സോ വെൽക്കം ടു ദ നൈറ്റ് ലൈഫ് ഓഫ് സുഹേലി ഐലൻഡ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സുഹേലിയിലത്തെ നൈറ്റ് ലൈഫാണ്. ഈ എല്ലാവരും ഇവിടെ മോസ്കിറ്റോ നെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കാര്യം ഭയങ്കര കൊതുകിന്റെ ശല്യമാണ്. സോ എല്ലാവരും ഇങ്ങനെ ബീച്ചിൽ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല, ബീച്ചിൽ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇതൊക്കെ ഓരോരുത്തരുടെ ക്യാബിനാണ്. ഇത് ഓരോ വീട്ടുകാരുടെ ക്യാബിനാണ്. അപ്പോ 1 2 3 4 5 കുറെ ഉണ്ട്. പിന്നെ കുറെ ടെന്റും ഉണ്ട്. നമ്മള് സത്യം ലൈഫിൽ ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബീച്ചിൽ കിടന്നുറങ്ങാൻ. അത് ഇന്ന് ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് നടക്കും. ആരൊക്കെ സുഹേലിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും പറയുന്ന ഒരേ ഒരു കാര്യം ഭയങ്കര കൊതുക് ശല്യം എന്നാണ്. അപ്പോൾ പോകുന്നവരെപ്പോഴും ഒരു മോസ്കിറ്റോ നെറ്റ് കരുതാറുണ്ട്. അതേപോലെ എന്തെങ്കിലും മോസ്കിറ്റോ റിപ്പലൻറ്റ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞങ്ങൾ പിന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മുതലേ ഓരോരോ കാര്യം എടുക്കാനുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഗ്രൂപ്പിൽ ഇടുമായിരുന്നു. അത് നമ്മൾ തെറ്റിയതല്ലേ? പക്ഷേ കടൽ പരിങ്ങന്ന് തോന്നുന്നതാ. നമുക്ക് എന്തായാലും ഒരു ടെന്റ് എടുക്കണം. ഈ ബാപ്പുനെ ശരിക്കുവാ, ഈ അപ്പുനെ ശരി, ഇതാണ് അപ്പുനെ ശരി. ഇത് എന്നും മോങ്ങട്ട് ഈ അപ്പു കരയണ്ടയ്യ, എന്നും കരയണ്ടു. ഇത് താങ്ങുന്ന നമ്മളെ ശരി. അതാ നമ്മളെ കൂട്ടക്കാരെയാ വലവിടുന്ന ടീംസ് ആണ്, നമ്മളെ ആൾക്കാർ തന്നെയാണ്. നമ്മുടെ കൂടെ വരുന്നവരാ. മീൻ കിട്ടിയൊന്ന് നോക്കാം. മീൻ കിട്ടിയ ഹായ് മണക്ക. തിരളെന്താങ്കിലും മണക്ക. മീൻ കിട്ടീനെ, മീൻ കിട്ടിയ നോക്കൂ. ആ ഉപ്പാപ്പ ആക്റ്റീവായി. നമ്മ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഞങ്ങൾ 3 പേരും കൂടി എന്താ ചെയ്യുന്നതെന്ന്. സംഭവം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ സുഹേലി ജനവാസം ഇല്ലാത്ത സ്ഥലം ആയതുകൊണ്ട് തന്നെ അധികം പേരും എത്തുന്നില്ലല്ലോ. ഇവിടെ ഫിഷിങ്ങിന് പോലും ആരും അങ്ങനെ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ ഇഷ്ടം പോലെ കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്നതിനേക്കാളും എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വല ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റിനേക്കാളും കൂടുതൽ മീൻ കിട്ടാറുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ ഒരുപാട് എക്സസ് മീൻ കിട്ടും. അപ്പോൾ മീൻ അത്ര പിടിക്കാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും ചിലർ. അങ്ങനെയല്ല, ഒരു വലയിൽ തന്നെ ഇഷ്ടം പോലെ കൊടുങ്ങും. അങ്ങനെ കിട്ടിയ മീനിനെ നമ്മൾ ഒന്ന് സെറ്റപ്പാക്കി എടുക്കുന്നതാണ് ഈ പരിപാടി. അതുകൊണ്ട് തന്നെ സുഹേലി ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മതിവരുവോളം മീൻ കഴിക്കാം. മീൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അതേപോലെ ലഗൂൺ ഫിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. നൈറ്റ് ലൈഫ് ഇവിടെ വേറൊരു വൈബാണ്. നമ്മൾ എന്ന് നാട്ടിലാണെങ്കിൽ തന്നെ ഇങ്ങനൊന്നും പോയി ഫാമിലി മൊത്തമായിട്ടൊന്നും എവിടെയും പോയി കൂടില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന മീനാണ്. ഇത് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയതല്ല, നമ്മുടെ കൂടെ വന്ന വേറൊരു ടീം, മാമനും ടീംസും. അപ്പൊ അവർക്ക് എക്സസ് ആയ കുറെ മീന് അവര് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഫസ്റ്റ് പുഴുങ്ങി. അപ്പൊ പുഴുങ്ങി എടുത്തിട്ട് അതിനെ നമ്മൾ വീണ്ടും മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും. അതാണ് പരിപാടി. ഞാൻ പറഞ്ഞില്ലേ ഏതോ കഴിഞ്ഞ വീഡിയോയില് ഫുള്ള് ഫ്രഷ് മീൻ കുറെ കിട്ടും. ഇതാണ് പരിപാടി. അപ്പൊ പുഴുങ്ങിയ മീനായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു വന്നു. അപ്പൊ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. മീൻ കൊണ്ടുവരൂ, പിടിച്ച് മീൻ കൊണ്ടുവരും. ചുമ്മാ ചോദിക്കില്ലേ വരുന്നോന്ന്. അത് കേട്ടപ്പോ തുടങ്ങിയതാ. എല്ലാരും ഇവിടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട്
പിള്ളേരൊക്കെ ഭയങ്കര വൻ വാശി. ഇവളാണെങ്കിൽ മീൻകാരുടെ കൂടെ പോണു. അയ്യോ എന്തൊരു കരച്ചിൽ, കണ്ണീരൊക്കെ ഒഴുകി ഒഴുകി. ഹോയ് ഗൈസ്, ഫുഡ് കഴിക്കുകയാണോ? ജോയിൻ. ഫ്രൈ ചെയ്ത മീനും മീൻ വറുത്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ? ഇത് എന്നെ കൊടുത്തോണ്ടാ നിൽക്കാൻ പോണു. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. എവിടെ പിതാവാ? ഇല്ല എന്നും ഇല്ല ചൊല്ലിയെന്നു. ഒരു ടെന്റ് എടുപ്പാന എന്തായാലും. അത് കുരുവി അതിന് ബെഡ്ഷീറ്റും കങ്ങി വെച്ചേ. ചെവിനുള്ളൂ അതുണ്ടാകുന്നുള്ളൂ. ആ മേല് മേല് പിടിച്ചു പുറത്താക്ക്. നിങ്ങൾ വിളക്കടിക്കുന്നതുകൊണ്ട് വേണ്ട ഫുള്ളു വിളക്കടിക്കുന്നതുകൊണ്ട് കയറണ്ടേ? കുരുവെല്ലാം കയറിപ്പോ. ഇവിടെ ഫാൻ തൂക്കാനെല്ലാം ഫാൻ തൂക്കങ്ങളില്ല. അത് ഏതാ ലൈറ്റ് തൂക്കാൻ ലൈറ്റ് അത് ഉത്തരവിറക്കിട്ട് വീഡിയോ എടുത്തിട്ട് ഇതിലെവിടെയുണ്ട്? വേണ്ട 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 വേണ്ട, വാപ്പ വിളി. മേമ വീഡിയോ എടുത്തോളൂ. തള്ളിയിടുവോ ഇത്? റോഷമ്പയ്യ ടെൻഡേടാ. ഇതില് നമ്മള് ആർക്ക് വേണ്ടിയാണോ ഇത്രയും സെറ്റപ്പ് ആക്കിയത് ആ ഒരുത്തൻ ഇവിടെ കറങ്ങി കുതുണ്ട് കുതു. കണ്ണു തുറക്കാൻ പോലും പറ്റുന്നില്ല. അതില്ലല്ലോ മക്കളെ. അപ്പൊ അപ്പോഴേ ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. നമ്മുടെ ഒരു സുഹേലി യാത്രയുടെ ഒരു നൈറ്റ് ലൈഫ് വീഡിയോ ചെറുതായിട്ട് കാണിച്ചുകൊണ്ട് തോന്നുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ നൈറ്റ് ലൈഫ് ഇവിടെ. എന്നുവെച്ചാൽ ആരും വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാണ്ട് കുറേ സമയം കഥ പറഞ്ഞു മക്കളെ ഭയങ്കര സംസാരിച്ചിരുന്നു. ശരിക്കും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. സാധനം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ആൻഡ്